ഇപ്പൊ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പിരിഞ്ഞുപോയ കുറച്ച് മനുഷ്യർ ചേർന്ന് WCC സംഘടന ഉണ്ടാക്കുന്നു. പക്ഷെ അതിന്റെ പ്രവർത്തനമോ ഇല്ലെങ്കിൽ മറ്റ് അവരുടെ ഒരു സംഘടനാ സംവിധാനമോ മറ്റൊരിടത്തും എത്തുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു പക്ഷെ പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന കുറച്ച് നടിമാരോ അവർ മാത്രമാണ് അവിടെ സംഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അവർ അതിൻ്റെ അകത്ത് തന്നെ വരുന്ന അല്ലെങ്കിൽ പുറത്തുള്ള മറ്റ് സ്ത്രീകളുടെ വിഷയങ്ങൾ ഇടപെട്ടതായിട്ട് നമ്മൾ നിലവിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ WCC എന്നുള്ളത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സംഘടന തന്നെയാണോ? അല്ലെങ്കിൽ അമ്മ ഒരു പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി പ്രവർത്തന മേഖല സജീവമാക്കിയിട്ടുള്ള സംഘടനയല്ലേ? ഇതിന് രണ്ടിനും താരതമ്യപ്പെടുത്തുമ്പോൾ എന്താ തോന്നുന്നത്? WCC സംഘടനയല്ലല്ലോ, ഒരു കളക്റ്റീവാണ്. അതൊരു കളക്റ്റീവാണ്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മോട്ടിവേഷൻ തരും, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, നിങ്ങൾ എംപവേർഡ് ആകൂ, അതിനപ്പുറത്തേക്ക് നിങ്ങളെ കൈപിടിച്ച് വഴി നടത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് അവർ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് മറ്റ് അപ്പം ആ സംഘടനയുടെ സംവിധാനങ്ങളോ ഇല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനമോ മറ്റ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതിൽ ആണല്ലേ തെറ്റ്? അതെ, അതവിടുന്ന് ആഗ്രഹിക്കണ്ട. അതെ. കാരണം ഇപ്പം എന്നോട് ഒരാൾ പറയുകയാണ്, ഞാനിപ്പോൾ നാദിറയോട് പറയുക, ധൈര്യമായിരിക്കൂ, ഫൈറ്റ് ചെയ്യൂ, ഉറച്ച് സംസാരിക്കൂ, ഇത്രയും എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. അതിനപ്പുറം നാദിറയുടെ കൂടെ വന്ന് നിന്ന് ഉറച്ച് സംസാരിക്കാൻ പറ്റില്ല. ആ റിയാലിറ്റി മനസ്സിലാക്കുക. പക്ഷേ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, അത് രൂപീകരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചതൊരു വലിയ പ്രസ്ഥാനമായി മാറണം. നമ്മൾ തെരുവിലിറങ്ങി പോരാടണം. തെരുവിലിറങ്ങി പോരാടുമ്പോഴല്ലേ സംഘടന ശക്തമാവുന്നത്. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്കൊരു ധൈര്യം കൊടുക്കുന്നത്, അല്ലേ? ഒരു പെൺകുട്ടി എനിക്കൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞാൽ വാ എന്ന് പറഞ്ഞ് കൂടെ കൈപിടിച്ച് കൊണ്ട് ഇറങ്ങണം. അല്ലാതെ നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു 2 വരി എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മൈക്കിൽ കൂടി ഒന്നും ഒരു കാര്യമില്ല, നീതി കിട്ടണമെന്നില്ല. ഇല്ല. അപ്പോൾ അതാണ് അവര് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. മാത്രമല്ല അവരുടെ ഒരു പ്രവർത്തന രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന കുറച്ച് മനുഷ്യരുടെ വിഷയങ്ങളിൽ മാത്രം ഇടപെട്ട് അത് അവസാനിപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരും റെഡ് കാർപ്പറ്റിൽ നടക്കുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനിക്ക് ഒരുപക്ഷെ ഞാനും ഭാഗ്യലക്ഷ്മി അടക്കം ഇതിന്റെ തുടക്ക സമയത്ത് നമ്മൾ കണ്ടിരുന്നതും ഒരുപക്ഷെ അവരുടെ പ്രവർത്തന രീതികളൊക്കെ തന്നെ വ്യാപിക്കപ്പെട്ട് ഇല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാ വിഷയങ്ങളും പോട്ടെ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ വിഷയങ്ങൾ കുറഞ്ഞത് അവർ പരിഹരിക്കും ഇല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നോക്കി കാണും എന്നുള്ളത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിജീവിതയുടെ വിധി പറയുന്ന ദിവസം എല്ലാവരും അവളോടൊപ്പം നിൽക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു.